അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ സുഹൃത്തുക്കളെ, കുരുവട്ടൂരി തെരീക്കത്തിൻ്റെ മുരീദ് നൗഷാദും സമദും തൊഴിയൂരും വ്യാജസിദ്ധനെ വെളുപ്പിച്ചെടുക്കാൻ അസ്ഹാബുൽ വക്തുകൾ എന്ന് പറഞ്ഞ് ധാരാളം തള്ളി അവസാനം തള്ളിന് വരെ ഓട്ട വന്നുപോയി. അവസാനം പട്ടിക്കാട് ജാമിയ നൂരിയയിലും മഹാനായ നജീബ് ഉസ്താദിൻ്റെ അടുത്തും പാണക്കാട് സയ്യിദന്മാരെടുത്തും പോയി അവരുടെ വണ്ടിയുടെ ടയറും തേഞ്ഞു, കാലിൻ്റെ ചെരുപ്പും തേഞ്ഞു. അവസാനം ഇതാ ചെമ്മാട് ദാറുൽ ഹുദയിൽ എത്തിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ദാറുൽ ഹുദയും ഈ അസ്ഹാബുൽ വക്തുകളെയും അവരെ മുരീദന്മാരെയും ഏറ്റെടുക്കുകയില്ല. അത് ഇനി പോകേണ്ടത് ഇസ്ലാഹി സെൻറ്ററിലായിരിക്കും. നമുക്ക് ഏതാനും കുരുവട്ടൂരി വീഡിയോയിലേക്ക് കടന്നു വരാം. ഞങ്ങളങ്ങനെ ഒരു പ്രസംഗത്തിന് വേറെ പ്രസംഗം നടത്തുന്നവരല്ല ഞങ്ങൾ തെളിയിച്ചില്ലേ. 2013 മുതൽ 2025 വരെ നീണ്ട 13 വർഷം ഞങ്ങൾ ശൈഖുനയുടെ നേതൃത്വത്തിൽ അസ്ഹാബുൽ വക്തുകളായ മഹാന്മാരുടെ നേതൃത്വത്തിൽ വാഴ്ന്നു പറയുന്നുണ്ട്. ഒരു ഹർഫ് ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഒരു ഹർഫ് മാറ്റിയിട്ടില്ല, ഒന്നായിട്ട് മാറ്റിയിട്ടുള്ളൂ, ഹർഫ് മാറ്റിയിട്ടില്ല. ഇനി അത് നമുക്കൊന്ന് കേൾക്കാം. നേരത്തെയുള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ തന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും. ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം അന്നുതാ പറയുന്നു. അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് ഒഴിവാക്കി മശായിഖന്മാരെ അടുത്ത് വന്ന് ജാഹിലിയ കാലാണ്, അത് എടുത്ത് വരാൻ തന്നെ പാടില്ല. ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013 ശേഷമുള്ളത് നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണല്ലോ. പിന്നെ ഈ ഖുറാഫാത്തുനിന്നും ജാഹിലിയത്തുനിന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം. അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളെ ഉസ്താദന്മാർ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം 2013, 11, 12, 14, 2020 വരെ ഈ അസ്ഹാബുൽ വക്തിൻ്റെ കള്ള ശൈഖ് പഠിപ്പിച്ചു കൊടുത്തെന്ന് ഒരൊറ്റ അടിക്ക് ഡിലീറ്റ് ആക്കി. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ തൊലിക്കെട്ടിൻ്റെ ഊക്കൊണ്ട് തന്നെ ഒരറിഫ് നമ്മൾ വ്യത്യാസമല്ലാതെ സംസാരിക്കുന്നു എന്ന് പറയാനും യാതൊരു മടിയുമില്ല. ഇങ്ങനെ അങ്ങ് പറഞ്ഞ് തള്ളു വിട്ടപ്പോൾ എവിടെയും ഒരു പിടിവള്ളി കിട്ടാനാണ് ഇപ്പോൾ വലിയ പ്രയാസത്തിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയാൽ ഒരു മനുഷ്യന് ഇങ്ങനെയാണ് അധംപതിക്കുക എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മളെ ഇസ്സത്തുള്ള ആലിമീങ്ങളെ ഇസ്സത്ത് എന്നും നിലനിർത്തട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ പച്ച മാംസം കൊത്തി തിന്നാൽ അവസാനം നമ്മളെ JCB മൗലവിൻ്റെ അടുത്താണ് എത്തുക. അടുത്ത കുരുവട്ടൂരികളുടെ ഒരു തള്ള് മതസ്ഥാപനങ്ങളും സാദാത്യങ്ങളായ പാണക്കാടും നജീബ് ഉസ്താദിൻ്റെ അടുത്തൊക്കെ പോയി അവിടെ നിന്നൊരു ഒരു പിടിവള്ളി കിട്ടാതെ നിൽക്കുമ്പോൾ അസ്ഹാബുൽ വക്തിൻ്റെ ഒരൊറ്റ തള്ള് രാഷ്ട്രീയത്തിലേക്ക്. അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ലീഗിനെ, അല്ലെങ്കിൽ പാണക്കാട് ഞങ്ങളങ്ങനെ പറയണ്ട. ഞങ്ങൾ ആളെ കൂടെ തന്നെയല്ലേ, പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകം പറയണോ? ഞങ്ങളുടെ നിലപാടുകൾ അത് മശായിഖ് പറഞ്ഞ നിലപാടാ, അത് മാറുന്ന നിലപാടല്ല. ഈ മശായിഖ് വല്ലാത്ത മശായിഖാനായിട്ടില്ലേ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും പിടിവള്ളി കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഈ മശായിഖിൻ്റെ പിന്തുണ ലീഗിന് അല്ല, ഞങ്ങൾ അതിൽ തന്നെയാണ്. കാരണം അടുത്ത കുറി കോൺഗ്രസിനെ കൂട്ടാതെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ചിലപ്പോൾ ഈ മശായിഖിൻ്റെ പിന്തുണ കൊണ്ട് കേരളം ഭരിക്കാം. ഇതൊക്കെ പറയേണ്ടി വന്നതും സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളുടെ പച്ച മാംസം കൊത്തിത്തുന്നത് കൊണ്ട് അള്ളാഹു ദുന്യാവിൽ വെച്ചൊരു പരീക്ഷണമാണ് നിന്യനായി ജീവിക്കുക എന്ന്. അത് ആലിമീങ്ങളുടെ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അധംപതിക്കാൻ കാരണം.